ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ ഇലക്ഷൻ സർവേ തടയണമെന്ന ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച നടപടികൾ കോടതി രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. മണലൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനീഷ് കുമാറാണ് ഹർജി നൽകിയത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത്? കോടതിയുടെ നിരീക്ഷണങ്ങൾ. കോടതി ഈ ഹർജിയുടെ പൂർണ്ണമായ മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ല. മണലൂരിലെ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാറാണ് ഹർജി നൽകിയത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ നടത്തുന്ന സർവേക്കെതിരെ അത് തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. രണ്ട് പ്രധാനപ്പെട്ട ചാനലുകളുടെ സർവേ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി. ആ ഘട്ടത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ കക്ഷി ചേർത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഇനി ഇത്തരം ചട്ടലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കും എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. 48 മണിക്കൂർ തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ ബാക്കി നിൽക്കെ ഇത്തരം സർവകൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ അനീഷ് കുമാർ ഹർജി നൽകിയത്. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അത് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുമെന്ന്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.